നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ മാന്നാറിൽ 15 വർഷം മുമ്പ് കാണാതായ കലയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നാണ് അനിലിന്റെ അച്ഛൻ തങ്കച്ചൻ പറയുന്നത്. ഇക്കാര്യം അറിഞ്ഞപ്പോൾ വിദേശത്തായിരുന്ന അനിലിനെ വിവരം അറിയിച്ചു. അനിൽ ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോൾ കല വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് പോയ ശേഷം കല തിരിച്ചു വന്നിട്ടേ ഇല്ല എന്നാണ് തങ്കച്ചൻ പറയുന്നത്. ഇതിനുശേഷം 1.5 വർഷം കഴിഞ്ഞാണ് അനിൽ നാട്ടിലെത്തിയത്. അനിൽ കൊലപാതകം ചെയ്തെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നും തങ്കച്ചൻ പറയുന്നു. അതിനിടെ അമ്മ മരിച്ചെന്ന് കരുതുന്നില്ല എന്നാണ് കൊല്ലപ്പെട്ട ശ്രീകളുടെ മകൻ പ്രതികരിച്ചത്. അമ്മ ജീവനോടെ ഉണ്ടെന്നാണ് വിശ്വാസം. അമ്മയെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് കരുതുന്നത്. ടെൻഷൻ അടിക്കേണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ ഒന്നും കിട്ടില്ല. പോലീസ് അന്വേഷണം തെറ്റായ വഴിക്കാണെന്ന് അച്ഛൻ പറഞ്ഞതായും ശ്രീകലയുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം സഹോദരിയെ കാണാതായിട്ടും പരാതി നൽകാതിരുന്ന ശ്രീകലയുടെ സഹോദരനെതിരെയും ആരോപണം ഉയർന്നിരുന്നു. കലയുടെ ഭർത്താവ് അനിലുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും പലതും അറിയാമെന്ന സംശയത്തിലും പോലീസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോദ്യം ചെയ്തുവെന്നും സഹോദരൻ പ്രതികരിച്ചു. പ്രതികളായവരെ എല്ലാം പരിചയമുണ്ട്. അവർ ഇങ്ങനെ ചെയ്യുമെന്ന് പോലും വിശ്വസിക്കാനാകുന്നില്ല എന്നും ഇയാൾ പറഞ്ഞു. വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരെല്ലാം സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. കാര്യങ്ങൾ അവരോട് ചോദിക്കാനോ അവർ ഇങ്ങോട്ട് ചോദിക്കാനോ വന്നിട്ടില്ല. പ്രതികളെന്ന് സംശയിക്കുന്നവരാരും മോശമായി തന്നോട് പെരുമാറിയിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർഹമായ ശിക്ഷ കിട്ടണം. താൻ പ്രതികൾക്ക് അനുകൂലമായി നിൽക്കുന്നതായി പോലീസ് പറയുന്നു. വണ്ടി വാങ്ങാനും വീട് വെക്കാനും പ്രതികൾ സഹായിച്ചെന്നാണ് പോലീസ് പറയുന്നത്. ഒരു പെങ്ങളെ കൊല്ലാൻ കൂട്ടുനിൽക്കുമോ? വീട് വെച്ചതിനും വണ്ടി വാങ്ങിച്ചതിനും പണം വന്നത് എങ്ങനെയാണെന്ന തെളിവുകളുണ്ട്. കലയെ പലയിടത്തും കണ്ടതായി പലരും പറഞ്ഞു. ഭാര്യയോട് ഇതേപ്പറ്റി സംസാരിച്ചു. അവൾക്ക് ഫേസ് ചെയ്യാൻ മടി കാണുമെന്ന് കരുതി. വല്ല ഓട്ടവും ഉണ്ടെങ്കിൽ പ്രതികൾ തന്നെ വിളിക്കാറുണ്ടെന്നും ഇയാൾ പറഞ്ഞു. ശ്രീകല എന്ന കലയെ ഭർത്താവ് അനിൽ കൊലപ്പെടുത്തിയത് യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ പേരിലാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കേസിൽ കലയുടെ ഭർത്താവ് അനിലാണ് 1ാം പ്രതി. കൊലപ്പെടുത്തിയെന്ന വിവരം വെളിപ്പെടുത്തിയത് പ്രതികളിൽ ഒരാളാണ്. സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ചപ്പോഴാണ് പ്രതി സംഭവം വെളിപ്പെടുത്തിയത്. കേട്ടുനിന്നവരിൽ ഒരാൾ വിവരം പോലീസ് ഉമ്മക്കത്തിലൂടെ അറിയിക്കുകയും ചെയ്തു. പിന്നാലെയാണ് അമ്പലപ്പുഴ പോലീസ് കേസിൽ അന്വേഷണം ആരംഭിച്ചത്. സുരേഷ്, ജിനു, പ്രമോദ്, സന്തോഷ് എന്നിവരാണ് കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവരെല്ലാം കലയുടെ ഭർത്താവായിരുന്ന അനിലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്. ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന അനിലിന്റെ ആദ്യ ഭാര്യയായിരുന്നു കല. ഇരുവരും ഇരുജാതിക്കാരായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നായിരുന്നു വിവാഹം. പിന്നീട് കലയെ കാണാതായപ്പോൾ തന്നെ ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം പോയെന്നാണ് ഭർത്താവ് അനിൽ പറഞ്ഞത്. അന്ന് പോലീസ് സംഭവത്തിൽ കാര്യമായ അന്വേഷണം നടത്തിയില്ല. പിന്നീട് അനിലിന്റെ മാന്നാറിലെ വീട് പുതുക്കിപ്പണിതു. ഇതിനിടെ അനിൽ ഇസ്രയേലിലെത്തി. വീണ്ടും വിവാഹം കഴിച്ചു. ഈ അടുത്താണ് സംഭവത്തിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. 2 മാസം മുമ്പാണ് ഊമക്കത്ത് പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിന് ശേഷം ഇതിൽ പങ്കാളികളെന്ന് സംശയിക്കുന്നവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. പിന്നാലെയാണ് മാന്നാറിലെ വീട്ടിലെത്തി പരിശോധന നടത്തുന്നത്. കലയുടെ ഭർത്താവ് അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് പൊളിച്ചു നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ പോലീസിന് ലഭിച്ചു. സ്ത്രീകൾ മുടിയിലിടുന്ന ക്ലിപ്പ്, സ്ത്രീകൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രത്തിന്റെ ഇലാസ്റ്റിക് എന്നിവയാണ് ലഭിച്ചത്. പരിശോധനയിൽ കൊലപാതകമെന്ന് സ്ഥിരീകരിക്കാനാവുന്ന രീതിയിലുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് SP വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.